അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു തആലയുടെ വചനം ഓർക്കുക, മലക്കുകൾ പറഞ്ഞ സംഭവം. അല്ലയോ മറിയം, തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നു ഒരു വാക്കിനെ കൊണ്ട്. അതായത് കുൻ, അങ്ങനെ ഉണ്ടാവട്ടെ എന്നൊരു വാക്കാണ്. അതായത് ഈസാ അലൈഹിസ്സലാം മറിയമിൻ്റെ മകനായി ജനിക്കാൻ പോകുന്നു എന്നുള്ള ഉത്തരവ് അവനിൽ നിന്നും, അതായത് അല്ലാഹുവിൽ നിന്നും. അവൻ്റെ പേര് ഈസ എന്നായിരിക്കും, മസീഹ് ആയിരിക്കും, മറിയമിൻ്റെ മകൻ ആയിരിക്കും. അങ്ങനെ ആയത്ത് തുടരുന്നു, അങ്ങനെ ആവട്ടെ, അത് അങ്ങനെ ആവുകയും ചെയ്തു. മൂന്നാമത്തെ സൂറത്ത് 45 മുതൽ 47 വരെയുള്ള ആയത്തുകൾ. ഖൗലില്ലാഹി തആല ഇദ് ഖാലത്തിൽ മലായികതു യാ മർയമു ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുൽ മസീഹ് المسيح عيسى ابن مريم إلى قوله كن فيكون. ആൽ ഇംറാൻ 45 മുതൽ 47 വരെയുള്ള ആയത്തുകൾ. അബൂ മൂസ അശ്ശഅരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആയിഷയുടെ മഹത്വം എന്ന് പറയുന്നത് മറ്റ് ഭാര്യമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫരീദ് എന്ന് പറയുന്ന ഒരു ആഹാര പോലെ ആകുന്നു. അതായത് ഇറച്ചിയും റൊട്ടിയും. അന്നത്തെ ഇന്നിപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ പൊറോട്ട ഇറച്ചിയും എന്നോ അല്ലെങ്കിൽ ബിരിയാണി എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഏറ്റവും കൂടിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വിഭവം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റ് ഭാര്യമാരെ വെച്ച് നോക്കിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫരീദ് ആണ് എനിക്ക് ആയിഷ. നേരത്തെ കണ്ടിട്ട് ആവർത്തിച്ചു വരുന്ന ഹദീസാണ്. അത് മറ്റ് ആഹാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതുപോലെ ആകുന്നു. ഒരുപാട് ആളുകൾ എല്ലാം തികഞ്ഞവർ ആയിട്ടുണ്ട്, പൂർണ്ണത ഉള്ളവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളിൽ ആരും തന്നെ ആ നിലയിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ പൂർണ്ണരായ സ്ത്രീകൾ ഇല്ല, ഇവർ ഒഴികെ. ഇമ്രാൻ്റെ മകളായ മറിയവും ഫിർഔന്റെ ഭാര്യയായ ആസിയയും. അബീ മൂസ അശ്ശഅരി റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദ്ലു ആയിഷത അലൻ നിസാഇ കഫദ്ലി ഫരീദി അലാ സായിരി ത്വആമി കമുല മിനർ റിജാലി കസീറുൻ വലം യക്മുൽ മിനൻ നിസാഇ ഇല്ലാ മറിയമു ഇബ്നത്ത് ഇമ്രാന വ ആസിയത്തു ഇംറഅത്തു ഫിർഔൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടു, ഒട്ടകം ഓടിക്കുന്ന സ്ത്രീകളുടെ ഇടയിൽ, അതായത് അറബികളെയാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഒട്ടകം ഓടിക്കുന്ന സ്ത്രീകളുടെ ഇടയിൽ ഏറ്റവും നല്ല സ്ത്രീകൾ ഖുറൈശി സ്ത്രീകളാകുന്നു. അവർ വളരെ കരുണ ഉള്ളവരും ദയ ഉള്ളവരും ആകുന്നു അവരുടെ മക്കളോട്. അവര് നല്ല രക്ഷകർത്താക്കളാണ് അവരുടെ ഭർത്താക്കന്മാരുടെ സമ്പത്തിൻ്റെ മുകളിൽ. അറബികൾ ആയ സ്ത്രീകളെക്കാളും നല്ലതാണ് ഖുറൈശികൾ. ഖുറൈശികളുടെ സ്ത്രീകളുടെ മഹത്വമാണ് പറയുന്നത്. മക്കളെ നന്നായി നോക്കും, കരുണയുണ്ട്, ദയയുണ്ട്, ഭർത്താക്കന്മാരുടെ സമ്പത്ത് നന്നായി സൂക്ഷിക്കും, വെറുതെ നശിപ്പിച്ച് കളയില്ല. അബൂ ഹുറൈറ കൂട്ടിച്ചേർക്കുന്നു, ഇമ്രാന്റെ മകളായ മറിയം ഒരിക്കലും ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്തിട്ടില്ല. അന്ന അബൂ ഹുറൈറത ഖാല സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ നിസാഉ ഖുറൈശിൻ ഖൈറു നിസാഇ റകിബ്നൽ ഇബിൽ അഹ്നാഹു അലാ ത്വഫ്ലി വ അറാഹു അലാ സൗജിൻ في ذات يده. يقول أبو هريرة على إثر ذلك ولم تركب مريم بنت عمران بعيرا قط. അള്ളാഹു തആലയുടെ വചനം അഹ്ലുൽ കിതാബ് അല്ലെങ്കിൽ പുസ്തകം കിട്ടിയിട്ടുള്ളവരെ, യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പരിധി കടക്കരുത് മതത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിപ്പോകരുത്. ഇവർ രണ്ടുപേരും രണ്ട് വഴിക്ക് തെറ്റിപ്പോയവരാണ്, പരിധി കടന്നവരും ആണ്. ആയത്ത് അങ്ങനെ തുടരുന്നു, കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ. ഖൗലിഹി തആല യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനികും ഇലാ വക്കീല. ഉബാദ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരെങ്കിലും ഒരാൾ സത്യം ചെയ്താൽ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയാൽ അല്ലെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്, അതായത് അല്ലാഹു അല്ലാതെ വേറെ ആരും ആരാധനയ്ക്ക് അർഹൻ ഇല്ല, അവന് പങ്കുകാരില്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ അടിമയും അവൻ്റെ ദൂതനും ആകുന്നു, സന്ദേശവാഹകൻ ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ ദൂതനും ആകുന്നു, അവൻ്റെ ഒരു വാക്കും ആകുന്നു, അതായത് അള്ളാഹുവിൻ്റെ ഒരു ഉത്തരവാണ്, അങ്ങനെ ആയിത്തീരട്ടെ കുൻ എന്നതും ആകുന്നു.
അത് അവൻ മറിയമിൻ്റെ മേളിൽ അനുഗ്രഹമായി അവതരിപ്പിച്ചതാണ്. അവൻ സൃഷ്ടിച്ച ഒരു ആത്മാവാണത്. അതായത് അള്ളാഹുവിൻ്റെ ആത്മാവ്, റൂഹുല്ല എന്നൊക്കെ പറയും. സ്വർഗം സത്യമാണ്, നരകവും സത്യമാണ്. ഇത്രയൊക്കെ ഉറപ്പിച്ച് വിശ്വസിച്ചാൽ അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അവൻ ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ. വളരെ കുറച്ച് നല്ല പ്രവൃത്തികളെ ചെയ്തുള്ളൂ എങ്കിൽ പോലും. ജുനാദ, ഇതിൻ്റെ ഉപ റിപ്പോർട്ടർമാരിൽ ഒരാൾ പറയുന്നു, ഉബാദ കൂട്ടിച്ചേർത്തതായിട്ട്, അങ്ങനെയുള്ള ഒരാൾക്ക് സ്വർഗത്തിൽ 8 വാതിലുകളുണ്ട്, അതിൽ ഏത് വാതിലിൽ കൂടെ വേണമെങ്കിലും അകത്തേക്ക് കയറാം. അപ്പോൾ അതായത് നമ്മളതിന് കഴിവുള്ളവരാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ അഹലുകാരായി കഴിഞ്ഞാൽ പിന്നെ ഏത് വാതിലിൽ കൂടെയാണ് കയറേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്. പക്ഷേ ഇത്രയും ചെയ്ത ആളുകൾക്ക് ഏത് വാതിലിലൂടെയും കയറാം. അങ്ങനെ എല്ലാവർക്കും അല്ല, ഈ ഒരു കണ്ടീഷനിലുള്ളവർക്ക് മാത്രം. അതിന് ഉബാദത്ത റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഷഹിദ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു വ അന്ന ഈസാ അബ്ദുല്ലാഹി വ റസൂലുഹു വ കലിമത്തുഹു അൽഖാഹാ ഇലാ മറിയമ വ റൂഹുൻ മിൻഹു വൽ ജന്നത്തു ഹഖ്ഖുൻ വൻ നാറു ഹഖ്ഖുൻ അദ്ഖലഹു അല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു നമ്മളെ അതിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അൻ ജുനാദത വസാദ മിൻ അബ്വാബിൽ ജന്നത്തി സമാനിയത്തി അയ്യുഹാ ഷാ. അല്ലാഹു തആലയുടെ വചനം പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓർക്കുക. അതായത് ഖുർആനിനോട് ഉദ്ദേശിക്കുന്നത് പറയുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. മറിയമിൻ്റെ കഥ. അവർ വീട്ടിൽ നിന്നും വിട്ട്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നും മാറി ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്ക് മാറി നിന്നപ്പോൾ 19-ാമത്തെ സൂറത്ത് 16-ാമത്തെ ആയത്ത് ഖൗലില്ല വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദ് ഇൻതബയത് മിൻ അഹ്ലിഹാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരും തൊട്ടിലിൽ സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ കുഞ്ഞു വാവയായിട്ടിരിക്കുന്ന ആരും സംസാരിച്ചിട്ടില്ല. ആദ്യമായി സംസാരിച്ചത് ഈസ ആയിരുന്നു. രണ്ടാമൻ എന്ന് പറയുന്നത് ഒരു കഥയായിട്ട് പറയുകയാണ്. ബനി ഇസ്രായേലിൽ പണ്ട് ജുറൈജ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആൾ നമസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ അങ്ങോട്ട് വന്നു അദ്ദേഹത്തിനെ വിളിച്ചു. നമ്മൾ 1000 പ്രാവശ്യം ഉസ്താക്കന്മാരും ആൾ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്, പക്ഷേ ഇത് തെളിവോടുകൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചിന്ത വന്നു ഉള്ളിൽ, ഞാൻ നിസ്കാരം നിർത്തിയിട്ട് ഉമ്മയുടെ വിളി കേൾക്കണോ എന്ന്. പിന്നെ വേണ്ട എന്ന് തോന്നി, അല്ലെങ്കിൽ ഇബ്ലീസ് തോന്നിച്ചു. അങ്ങനെ അയാൾ നമസ്കാരം തുടർന്നു. അദ്ദേഹം വലിയൊരു ഔലിയായിരുന്നു. കുറേ ആയി മടുത്തു. ചിലപ്പോൾ പല പ്രാവശ്യം ഇങ്ങനെ വരുമ്പോഴൊക്കെ എപ്പോഴും നിസ്കാരത്തിലായിരുന്നിരിക്കും. അള്ളാഹു ആയാലും എങ്ങനെയായാലും ഉമ്മക്ക് ദേഷ്യം വന്നു. ഉമ്മ പറഞ്ഞു, അള്ളാഹുവേ, അവനെ നീ മരിപ്പിക്കരുതേ ഒരു വേശ്യയുടെ മുഖം കാണുന്നത് വരെ. അതായത് ഒരു വേശ്യയുമായി ഇടപാട് അല്ലെങ്കിൽ നാണക്കേട് ഉണ്ടാകുന്നത് വരെ അവനെ മരിപ്പിക്കരുത്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ആശ്രമത്തിൽ ആയിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് താമസിച്ച് ആരാധിക്കുന്ന സ്ഥലം, അതിനെ നമുക്ക് മെഹ്റാബ് എന്നൊക്കെ പറയാം. ഒരു സ്ത്രീ അവിടെ വന്നു അദ്ദേഹത്തിനെ ഭ്രമിപ്പിക്കാൻ നോക്കി, പക്ഷേ അദ്ദേഹം നിരസിച്ചു. അപ്പോൾ അവിടെ എവിടെ ഉണ്ടായിരുന്ന ഒരു ആട്ടിടയൻ്റെ അടുത്തേക്ക് പോയി അവളെ തന്നെ അയാൾക്ക് സമർപ്പിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും അവിഹിത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോൾ അവളൊരു കുട്ടിയെ പ്രസവിച്ചു. എന്നിട്ട് പറയാൻ തുടങ്ങി ഇത് ജുറൈജിൻ്റെ കുട്ടിയാണ് എന്ന്. അതായത് ബനി ഇസ്രായേലിലെ ഒരു വലിയ ആളുകൾ അങ്ങനെ കൂട്ടമായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ആശ്രമം അല്ലെങ്കിൽ മെഹ്റാബ് പൊളിച്ചു കളഞ്ഞു. അയാൾ അവിടെ നിന്നും പുറത്താക്കി. അതായത് പിടിച്ചു വലിച്ച് വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒറ്റമുറി ആശ്രമം പോലെ എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള ഇതായിരിക്കും. അന്നത്തെ കാലത്തൊക്കെ ആളുകൾ അങ്ങനെയായിരുന്നു, ഔലിയാക്കന്മാരൊക്കെ. ഇപ്പോഴും ഔലിയാക്കന്മാരങ്ങനെയാണ്. 5 നേരം ജമാഅത്തായിട്ട് നിസ്കരിക്കും. ബാക്കി സമയങ്ങളിലൊക്കെ ഏതെങ്കിലും ലളിതമായ രീതിയിൽ ജീവിക്കുകയോ ഒക്കെ ആയിരിക്കും. അല്ലാതെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവർ ഔലിയാക്കാർ അല്ല. അതുപോലെ തന്നെ വലിയ കാശും പച്ചത്തലക്കെട്ടൊക്കെ കെട്ടി നടക്കുന്നവരും ഔലിയാക്കളാവാൻ സാധ്യത തീരെ കുറവാണ്. വളരെ പാവങ്ങൾ 5 നേരം പള്ളിയിൽ ഉണ്ടാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഔലിയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം നേരെ പോയൊരു ഒളു എടുത്തു, എന്നിട്ട് നിസ്കരിച്ചു. എന്നിട്ട് കൊച്ചിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, കൊച്ചെ, നിൻ്റെ വാപ്പ ആരാണ്? അപ്പോൾ ആ തൊട്ടിലിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഉണ്ടായ 2-3 ദിവസമായ കുഞ്ഞ് പറഞ്ഞു, ആട്ടിടയനാണ് ഇന്നാൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചു പേരങ്ങ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആളുകൾക്ക് ഭയങ്കര പ്രശ്നമായി. കാരണം ഒരു സ്ത്രീ പറയുന്നതായിട്ടും ഇപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് നിയമങ്ങൾ, നമ്മുടെ രീതി അങ്ങനെയാണ്. തെളിവിനനുസരിച്ച് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആവശ്യവുമാണ്. അപ്പോൾ തെളിവൊക്കെ വേണമെന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് DNA ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുക, അന്നത്തെ കാലത്ത് അതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഔലിയാക്കന്മാർ അവരുടെ കഴിവ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ചോദിക്കുകയോ ചെയ്യും. അങ്ങനെയാണിത് നടക്കുന്നത്. അവർക്കാകെ നാണക്കേടായി. നാട്ടുകാർ മുഴുവൻ പണിപാളി, അതും ഔലിയാനെയാണ് ഉപദ്രവിച്ചിരിക്കുന്നത്, പേടിയും വരും. അള്ളാഹുവിന് ദേഷ്യം വന്നാലോ അങ്ങനെ വരാം. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ പകരമായിട്ട് സ്വർണം കൊണ്ട് ഒരു ആശ്രമം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട മണ്ണുകൊണ്ട് തന്നെ പഴയ പോലെ ഉള്ളത് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കുട്ടി സംസാരിക്കുന്നത്. ആദ്യത്തെ ഈസ അലൈഹി ഇസ്ലാമാണ്. മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് അടുത്ത കഥയിലെ നായകനാണ്. ബനി ഇസ്രായേലിൽ നിന്നുള്ള ഒരു സ്ത്രീ
അവരുടെ കുട്ടിയെ പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ അടുത്തേക്ക് കൂടെ ഒരു കാണാൻ സുന്ദരനായ ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ ഒരു കുതിരപ്പുറത്തായിരിക്കും ഇങ്ങനെ ഓടിച്ചു പോയി. അപ്പോൾ അവർ ദുആ ചെയ്തു, അല്ലാഹുവേ എൻ്റെ മകനെ നീ അയാളെപ്പോലെ ആക്കണമേ. അപ്പോൾ ആ കുട്ടി മുലയോട് നിർത്തി, എന്നിട്ട് ആളുടെ നേരേക്ക് തല തിരിച്ചു, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ എന്നെ അയാളെപ്പോലെ ആക്കരുതേ എന്ന് ദുആ ചെയ്തു. അതായത് സമ്പന്നനായ എല്ലാം തികഞ്ഞ കാണാൻ സൗന്ദര്യമൊക്കെയുള്ള ചെറുപ്പക്കാരനായ ആരോഗ്യമുള്ള മനുഷ്യൻ എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്, ഒരു ഉമ്മ എന്നുള്ള നിലയിൽ. പക്ഷെ കൊച്ചിന് അല്ലാഹു എന്തെങ്കിലും കഴിവ് കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും, അതുകൊണ്ട് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അത് പറഞ്ഞു, അയാളെപ്പോലെ എന്നെ ആക്കരുത്. അത് കഴിഞ്ഞ് കുഞ്ഞ് തിരിഞ്ഞ് പാല് കുടിക്കാൻ തുടങ്ങി. അബൂ ഹുറൈറ കൂട്ടിച്ചേർക്കുന്നു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരേക്ക് നോക്കി. അബൂ ഹുറൈറ കൂട്ടിച്ചേർക്കുന്നു, അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് പോലെ. അപ്പം ഇങ്ങനെ നോക്കി, അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് ആ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് കൈവിരൽ ചപ്പുന്ന പോലെ ആംഗ്യം കാണിച്ചുകൊണ്ട് എന്താണെന്ന് അവിടെ നടക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ കൂടെ കുറച്ച് ആളുകൾ പോയി. അതിൽ ഒരു അടിമ സ്ത്രീയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ പറഞ്ഞു, അല്ലാഹുവേ എൻ്റെ കുട്ടിയെ നീ ഈ അടിമ പെൺകുട്ടിയെ പോലെ ആക്കരുതേ എന്ന് ദുആ ചെയ്തു. അപ്പോൾ ആ കുട്ടി പാലുകൂടി നിർത്തി, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ എന്നെ അവളെപ്പോലെ ആക്കണേ. അപ്പോൾ ഉമ്മ ചോദിച്ചു, എന്തിനാ അങ്ങനെ ദുആ ചെയ്തത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അടിമ അല്ലെങ്കിൽ പിടിച്ചു കെട്ടിക്കൊണ്ടു പോകുന്ന ആ സ്ത്രീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടി എന്ന് പറയുന്നത് കളവും വിവാഹിതര ലൈംഗിക ബന്ധം ആരോപിക്കപ്പെട്ടവളും ആണ്. പക്ഷേ ആ കുട്ടി അതൊന്നും ചെയ്തിട്ടില്ല. ഇല്ലാത്ത കുറ്റം ഏൽപ്പിച്ച് തടവിൽ കൊണ്ടുപോകുന്നതാണ് അവളെ. പിന്നെ നേരത്തെ കുതിരപ്പുറത്ത് പോയ ആൾ അക്രമകാരിയായ നീതിമാനല്ലാത്ത ഒരു ക്രൂരനായ മനുഷ്യനാണ്, അല്ലെങ്കിൽ അവിടുത്തെ വലിയൊരു ഭരണാധികാരിയോ അല്ലെങ്കിൽ ചെറിയ നാട്ടുവാഴിയോ എന്തെങ്കിലും ആയിരിക്കും. ഏതായാലും അയാൾ അക്രമകാരിയാണ്, ജബ്ബാർ ആയ അനീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അള്ളാഹു ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നമ്മൾ കാണുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഇതിൽ നമ്മൾ പറയുന്ന ഈസാ അലൈഹിസ്സലാം ചെറുപ്പത്തിൽ സംസാരിച്ചു, അതുപോലെ ഒന്ന് രണ്ട് സംഭവങ്ങളും വേറെ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ വേറെ ആരും ചെറുപ്പത്തിൽ സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ കുഞ്ഞുവാവേ ഇരിക്കുമ്പോൾ സംസാരിച്ചിട്ടില്ല. നബി ഹുറൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലം യതകല്ലം ഫിൽ മഹദി ഇല്ലാ സലാസത്തുൻ ഈസ വകാന ഫി ബനി ഇസ്രായീൽ റജുലുൻ യുഖാലു ലഹു ജുറൈജ് കാന യുസല്ലി ജഅത്ഹു ഉമ്മുഹു ഫദഅത്ഹു ഫഖാല ഉജീബുഹാ ഔ ഉസല്ലിയ ഫഖാലത്തി അല്ലാഹുമ്മ ലാ തുമിത്ഹു ഹത്താ തുരിയഹു വുജൂഹൽ മൂമിസാത്ത് വകാന ജുറൈജുൻ ഫി സ്വൗമാതി ഫതഅറദത് ലഹു ഇംറഅത്തുൻ ഫകല്ലമത്ഹു في أبي فأتت راعيا فأمكنته في نفسها فولدت غلاما فقالت من جريج فأتوه فكسروا صوماته وأنزلوه وسبوه فتوضأ وصلى ثم أتى الغلام فقال من أبوك يا غلام فقال الراعي قالوا نبني صومات من ذهب قال لا إلا من طين وكانت امرأة ترضع ابنا لها من بني إسرائيل فمر بها رجل راكب ذو شارة فقالت اللهم اجعلي ابني مثله فترك ثديها فأقبل على الراكب فقال اللهم لا تجعلني مثله ثم أقبل على ثديها يمسه قال أبو هريرة كأني انظر إلى النبي صلى الله عليه وسلم إصبعه ثم مر بأمة فقالت اللهم لا تجعل ابني مثل هذه فترك ثديها وقال اللهم اجعلني مثلها فقالت له ذلك فقال الراكب جبار من الجبابرة وهذه الأمة يقولون سرقت زنيت ولم تفعل. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഞാൻ മൂസയെ കണ്ടു അൽ ഇസ്രാഇൻ്റെ രാത്രിയിൽ, അതായത് രാത്രി യാത്രയും ആകാശ ആരോഹണവും നടന്ന ദിവസം, അൽ ഇസ്രാ വൽ മിഅ്റാജ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചു, കാഴ്ചയ്ക്ക് എങ്ങനെയായിരിക്കും എന്ന്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഭയങ്കര പൊക്കമുള്ള ആളാണ് എന്നാണ്. എന്നിട്ട് കട്ടി കുറഞ്ഞ മുടി അല്ലെങ്കിൽ ചുരുണ്ട മുടി, അത് ഷാനുവ ഗോത്രത്തിലുള്ള ആളുകളെ പോലെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ഷാനുവ ഗോത്രം എന്ന് പറയുന്നത് അറേബ്യയിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ഏറ്റവും കറുത്ത ആളുകളായിരുന്നു. അപ്പോൾ കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന ചുരുണ്ട മുടിയുള്ള, നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഏതാണ്ടൊക്കെ ഒരു നീഗ്രോ എന്ന് പറയാവുന്ന ടൈപ്പിലുള്ള ആളായിരുന്നു മൂസ അലൈഹി സ്വലാം. നല്ല പൊക്കവും നല്ല വീതിയും മസിലും കട്ടിയും ഒക്കെയുള്ള ആളായിരുന്നു.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു, ഞാൻ ഈസയെ കണ്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ ഇങ്ങനെ വിശദീകരിച്ചു. അദ്ദേഹത്തിന് ഒരു മീഡിയം പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളുടെ ഇപ്പോഴത്തെ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ 5 അടി. പക്ഷേ ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു നമുക്കറിയില്ല. 1500 കൊല്ലം മുമ്പുള്ള കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ അന്ന് റസൂൽ പറയുകയാണ് മീഡിയം പൊക്കമാണ്. അപ്പോൾ റസൂലിന് മീഡിയം പൊക്കമാണ്. സാധാരണ അറേബ്യയിലുള്ള ആളുകളുടെ പൊക്കമാണ് റസൂലിന്. നമുക്കത് 5.5 ആയിരുന്നു എന്ന് ഊഹിക്കാം. പക്ഷേ 1500 കൊല്ലം മുമ്പ് അത് തന്നെയായിരുന്നു എന്ന് നമുക്ക് അറിയില്ല. അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നതായിരുന്നു. തലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുളിമുറിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതായത് കുളിച്ചിട്ട് തല തോർത്താതെ ഇറങ്ങി വന്ന പോലെ നനഞ്ഞ് മുടി ഇങ്ങനെ കട്ടിയായി കിടക്കുന്ന, അതിൽ നിന്ന് വെള്ളം ഇറ്റ് വീഴുകയോ അല്ലെങ്കിൽ ഇറ്റ് വീഴുന്നുണ്ടെന്ന് തോന്നുകയോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാഴ്ച. ഞാൻ ഇബ്രാഹീമിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ മക്കളോട് വേറെ ആരോടും ഇത്രയധികം സാമ്യം കാണിച്ചിട്ടില്ല എന്നെക്കാളും. അതായത് റസൂൽ പറയുകയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കാണാൻ എന്നെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പൊക്കം, നീളം, മുടിയുടെ കളറോ അല്ലെങ്കിൽ മുടിയുടെ ചുരുണ്ടതാണോ നിവർന്നതാണോ അത്, അതുപോലെ നീളം, മീശ, താടിയുടെ കട്ടി, കൈ വണ്ണം, കാൽ വണ്ണം, നീളം, കൈയുടെയും കാലിൻ്റെയൊക്കെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. അല്ലെങ്കിൽ മുഖച്ചായയും ചിലപ്പോൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർക്കുന്നു, ആ രാത്രിയിൽ എനിക്ക് 2 പാത്രങ്ങൾ അല്ലെങ്കിൽ 2 കപ്പുകൾ തന്നു. ഒന്നിൽ നിറച്ച് പാലായിരുന്നു, മറ്റേതിൽ നിറച്ച് കള്ളായിരുന്നു. എനിക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ള ഒന്ന് കുടിക്കാൻ പറഞ്ഞു. ഞാൻ അതിൽ നിന്നും പാലെടുത്ത് കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറയപ്പെട്ടു, നീ ശരിയായ മതത്തിലാകുന്നു അല്ലെങ്കിൽ മതത്തിൻ്റെ വഴിയിലാകുന്നു. നീ എങ്ങാനും കള്ള് കുടിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആളുകൾ, അതായത് മുസ്ലിങ്ങൾ മുഴുവൻ വഴിതെറ്റി പോകുമായിരുന്നു. ഇതൊക്കെ സ്വപ്നത്തിലും വഹിയിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം പ്രതീകാത്മകമായിട്ടാണ് അവതരിപ്പിക്കുക. അപ്പോൾ അവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം, അതായത് നിങ്ങളുടെ ആളുകൾ കള്ളു കുടിക്കാതിരിക്കണം നോക്കണം എന്ന് പറയുന്നതിന് പകരം 2 സാധനം കൊടുത്ത് ഇഷ്ടമുള്ള കുടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലിൻ്റെ ഫിത്രത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചര്യ അല്ലെങ്കിൽ മനുഷ്യൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള അടുപ്പം വെച്ചിട്ട് അത് കള്ളു കൊള്ളൂലാന്ന് അദ്ദേഹത്തിന് അറിയാൻ, കുടിച്ചില്ല. പാല് കൊള്ളാമെന്നറിയാൻ പാല് കുടിച്ചു. അതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി പാലായതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ പോകും, കള്ളു കുടിക്കാതെയും അതുപോലെ വഴി തെറ്റിപ്പോകാതെയും. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത ഉസ്രിയ ബി ലഖീതു മൂസ ഖാല ഫനാതഹു ഫഇദാ റജുലുൻ ഹസിബ്തുഹു ഫഖാല മുൽതരിബുൻ റജിലുർ റഅസി കഅന്നഹു മിൻ റിജാലി ഷാനുഅ ഖാല വലഖീതു ഈസ فناته النبي صلى الله عليه وسلم فقال ربعة أحمر كأنها خرج من ديماس يعني الحمام ورأيت إبراهيم وأنا أشبه ولده به قال وأوتيت بإناءين أحدهما لبن والآخر فيه خمر فقيل لي خذ أيهما شئت فأخذت اللبن فشربته فقيل لي هديت الفطرة أو أصبت الفطرة أما إنك لو أخذت الخمر غوت أمتك. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.